കേരളത്തിൻ്റെ വികസനം ഏതൊരു മലയാളിയേക്കും നോക്കിക്കാണാൻ പറ്റുന്ന ഒരു ചരിത്രമാണ് ദേശീയപാത വികസനം. ഏതാണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അതിൻ്റെ പണി നടക്കുകയാണ്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഈ ദേശീയപാത ഓരങ്ങളിലെല്ലാം കിലോമീറ്ററുകൾ കഴിയും തോറും അവിടെ ഒരു സമരപ്പന്തൽ കാണാം. നമ്മളെ ഇവിടുത്തെ മുഖ്യധാര പാർട്ടിക്കാർ, ഇടതുപക്ഷമാകട്ടെ, LDF, UDF, മുസ്ലിം ലീഗ്, അത്തരത്തിലുള്ള പാർട്ടിക്കാരെല്ലാം തന്നെ അവർ ശക്തമായ ആ നാട്ടിലെ ആ പ്രദേശത്തെ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് പല തരത്തിലുള്ള നിൽപ്പ് സമരം, നിരാഹാര സമരം, കിടപ്പ് സമരം, അങ്ങനെ പലവിധ സമരങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ദേശീയ പാർട്ടിയായ NDA നയിക്കുന്ന BJPക്കാരെയും വിളിക്കാറുണ്ട്. BJP നേതാക്കന്മാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. അവരുടെ എല്ലാം ആവശ്യം ഇവിടെ ഈ മതിൽ കെട്ടരുത്, ഇതെല്ലാം മതിൽ കെട്ടി പൊക്കിക്കൊണ്ടാണ് ഈ ദേശീയപാത ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം തൂണിൽ നിർത്തണം, തൂണ് വഴിയാകണം. ഇത് മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം പോവും, ഞങ്ങൾക്ക് നടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല, സമീപം കാണാൻ പറ്റത്തില്ല. അങ്ങനെ നിരവധി പരാതികൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാം വെച്ചുകൊണ്ട് ഇവിടുത്തെ ദേശീയ പാർട്ടികൾ കൊടികൾ കുത്തിക്കൊണ്ട് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദീർഘമായ ഇത്രയും വർഷക്കാലമായിട്ട് ഇങ്ങനെ ഒരു പദ്ധതി വർഷങ്ങൾക്ക് മുമ്പ് ആവിഷ്കരിച്ചിട്ടും ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത് പരിസമാപ്തിയിലേക്ക് പോകുന്നത്. ആവശ്യക്കണക്കിന് ആവശ്യമുള്ള തുക കൊടുത്തുകൊണ്ട് സ്ഥലങ്ങൾ ഓരോ സ്ഥല ഉടമകളിൽ നിന്നും പൈസകൾ സ്ഥലം വാങ്ങിക്കൊണ്ട് അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുത്തുകൊണ്ട് നിർദ്ദേശാനുസരണം നല്ല രീതിയിൽ ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ LDF, UDF, മറ്റ് പാർട്ടിക്കാർ, സമീപ പ്രദേശ ആൾക്കാരും കൂടെ ചേർന്നുകൊണ്ട് ഈ സമരം നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാര്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു ദേശീയപാത നിർമ്മിക്കുമ്പോൾ ഇതിന് പ്രോജക്റ്റ് ഉണ്ടാക്കും, ഇതിൻ്റെ ഡീറ്റെയിൽ പ്രോജക്റ്റ് ഉണ്ടാക്കും. ഇത്തരം പ്രോജക്റ്റ് മുഖാന്തരം ആദ്യം ഉണ്ടാക്കി എത്ര രൂപയാകും, അത് എങ്ങനെ ചെലവാക്കണം, എത്ര പൈസയാകുമെന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു പദ്ധതി ആരംഭിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോഴെല്ലാം തന്നെ ഇവിടെയുള്ള ഈ നമ്മുടെ രാജ്യത്ത് എല്ലാ സ്ഥലത്തും അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരുണ്ട്, ഈ സംസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന MLA-മാരുണ്ട്, ആ പ്രദേശങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന ബ്ലോക്ക് മെമ്പർ, വാർഡ് മെമ്പർ, ഇത്തരം എല്ലാ ജനപ്രതിനിധികളും ഉള്ളപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ വിലയിരുത്തിയാണ് ഇത്തരം ഡീറ്റെയിൽ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ MP എടുത്ത് ലോകസഭയിൽ കേന്ദ്ര മന്ത്രിസഭകൾ ഇത്തരം ഡീറ്റെയിൽ ആയിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അവരെടുത്ത് ആ പ്രദേശത്തെ MP-മാരെ വിളിച്ച് അവരെടുത്ത് ചോദിക്കും, അവരെടുത്ത് എങ്ങനെയൊക്കെ വേണം, എവിടൊക്കെ ഏതൊക്കെ രീതിയിൽ വേണം, അവിടുത്തെ സ്ഥലത്തിൻ്റെ ബലം, ഇതെല്ലാം ചോദിക്കാൻ വിളിക്കുമ്പോൾ ഇവിടുത്തെ MP-മാരാവട്ടെ, MLA-മാരാവട്ടെ ഇതിനൊന്നും പോകാതെ കല്യാണ വീടുകളും മരണ വീടുകളും എന്ന് വെച്ചാൽ ഇതിന് ഡീറ്റെയിൽ പ്രോജക്റ്റിന് പോയി കഴിഞ്ഞാൽ വോട്ട് കിട്ടത്തില്ല. പക്ഷേ ഇവിടെ ഒരു മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കോ ഉദ്ഘാടനങ്ങൾക്കോ MP-മാരോ MLA-മാരോ പോയാൽ അവർക്ക് വോട്ട് കിട്ടും. അവരതിന് പോയി ഈ ഡീറ്റെയിൽ പ്രോജക്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് എവിടൊക്കെ പാലങ്ങൾ വേണം, അല്ലെങ്കിൽ എവിടൊക്കെയാണ് തൂണുകളിൽ നിർത്തണം, എന്തുമാത്രം ജനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ അറിയിക്കേണ്ടതും അറിയിപ്പിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന MP-മാരാണ്. ആ MP-മാർക്ക് അറിഞ്ഞില്ലെങ്കിൽ അവിടുത്തെ MLA-മാർ ചോദിക്കാം. ആ MLA-മാരെയും വിളിച്ച് അവിടുത്തെ വാർഡ് മെമ്പറേയും ബ്ലോക്ക് മെമ്പറേയും വിളിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് അതിന് ഒരു പരിഹാരം കണ്ടെത്തി അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ MP വേണം ലോകസഭയിൽ സമർപ്പിക്കാൻ. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ MP-മാരെല്ലാം കല്യാണത്തിനും മരണ വീട്ടിനും ഉദ്ഘാടനത്തിനും ഒക്കെ നടന്നിട്ട് ഇവിടെ പദ്ധതി വന്ന് നടപ്പിലാക്കി തീർപ്പാക്കാൻ പോയപ്പോൾ അതിന് സമരവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ പ്രദേശത്തെ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പാലത്തിൽ മതി, ഈ മണ്ണിട്ട് പൊക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് തീർത്തും നിരുത്തരവാദപരമാണ്. കേരളം പോലെയല്ല, തമിഴ്നാടും ആന്ധ്രയും അല്ലെങ്കിൽ തെലുങ്കാനയും മറ്റു പ്രദേശങ്ങളെല്ലാം വളരെ വിശാലമായ സൗകര്യമുള്ള സ്ഥലങ്ങളാണ്. ഈ കേന്ദ്ര സർക്കാരുകൾ ഒരു പദ്ധതി ഇന്ത്യ ഒട്ടുക്ക് അത് സാഹചര്യം ഉണ്ടാക്കുമ്പോൾ, ദേശീയപാത ഉണ്ടാക്കുമ്പോൾ അവർക്കറിയത്തില്ല കേരളത്തിൻ്റെ സ്ഥലപരിമിതികൾ എവിടൊക്കെയാണ്, ഏതൊക്കെ വഴിയാണ് പോകുന്നത്, അവിടെ എവിടൊക്കെ പാലം വേണം. അതിന് അവർ ഉദ്യോഗസ്ഥന്മാരും എഞ്ചിനീയർമാരും വരുമ്പോൾ അവർക്ക് സഹായകരമായിട്ട് ആ പാർലമെൻറ്റ് മണ്ഡലത്തിലെ MP-മാർ അതിന് സഹകരിക്കാതെ അത് കണ്ണുമടച്ച് അവർ മറ്റു പല കാര്യങ്ങൾക്കും പോയിട്ട് പദ്ധതി പൂർത്തീകരിക്കാൻ നേരത്ത് വരുമ്പോൾ ആ പ്രദേശവാസികളെയും വിളിച്ചുകൊണ്ട് ഇവിടുത്തെ BJPയുടെ നേതാക്കന്മാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ പദ്ധതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം നടത്തുന്ന കാഴ്ചയാണ്. പലവിധ നിൽപ്പ് സമരങ്ങളാവട്ടെ, നിരാഹാര സമരങ്ങളാവട്ടെ, ഇത് ചെയ്യുന്നത് ശരിയല്ല
ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഉദ്ഘാടനം കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പലരും എത്തും, സംസ്ഥാനം ഭരിക്കുന്ന പലരും വരുമായിരിക്കാം. പക്ഷേ ഇത് തിരുത്തും നിരുത്തരവാദപരമായ കാര്യമാണ്. ഇവിടെ ഏത് എം പിയാണോ ആ സമയത്ത് പ്രോജക്റ്റ് നിർമ്മിക്കാൻ നേരത്തുണ്ടായിരുന്നോ അവരിതിന് നിരുത്തരവാദപരമായ കാര്യങ്ങൾ കേരളത്തിലുടനീളം എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള LDFിൻ്റെയും UDFിൻ്റെയുമാണ്. അവർ നിരുത്തരവാദമായ പെരുമാറ്റം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സമരങ്ങൾ ഈ റോഡ് നീളെ ഈ ദേശീയപാതയുടെ പാതയോരങ്ങളിൽ നടക്കാനുള്ള ഗതിവിശേഷമുണ്ടായത് ജനങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ എം പിമാരും മനസ്സിലാക്കണം. എം പിമാർ പൊട്ടം കാണിച്ചതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ പദ്ധതി നിർമ്മാണം തുടങ്ങി അവസാന ഘട്ടമായപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, വീണ്ടും വോട്ട് കീശയിലാക്കാൻ വേണ്ടി, വീണ്ടും ഈ പദ്ധതി തുടങ്ങി വെച്ച നരേന്ദ്രമോദി സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരം സമരങ്ങൾ പാതയോരങ്ങളിൽ നടക്കുന്നത് എന്ന് മാത്രമാണ് എൻ്റെ അറിവിലും നമ്മുടെ അന്വേഷണത്തിലെ അറിവിലും കാണാൻ കഴിഞ്ഞത്. കർമ്മ ന്യൂസ്, രാംഭദ്രൻ.